കാലം മാറുന്നതിനനുസരിച്ച് തന്നെ പ്രണയത്തിന് വിവിധ ഭാവങ്ങളിലേക്ക് പ്രണയം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഡോക്ടർ തന്നെ പറഞ്ഞു അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കുറച്ചുകൂടി കൂടുതലായിരിക്കാം. ഇപ്പോൾ കാണാതിരിക്കുമ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രണയമാണെങ്കിലും അതിൻ്റെ ഒരു ഇമോഷണൽ ഫീലിങ്സ് ഒരുപാട് വ്യത്യാസമുണ്ടാകും. അപ്പോൾ കഴിഞ്ഞൊരു കാലത്തേക്കാൾ ഇപ്പോഴത്തെ ഒരു കാലം വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ പ്രണയത്തിന് പല ഭാവങ്ങളാണ്. അത് പ്രണയം എന്നത് മനോഹരമായിട്ടും കാണുന്നുണ്ടോ, അല്ലെങ്കിൽ അതിലപ്പുറത്തേക്ക് പ്രണയം ഇപ്പോൾ ടോക്സിക് ആയിട്ട് മാറുന്ന ഒരു രീതിയും കാണും. നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഈയിടെയായിട്ട് അടുത്ത് ഉപയോഗിച്ചു വരുന്ന ഒരു വാക്കുകൂടിയാണ് ടോക്സിക് റിലേഷൻ എന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തെപ്പറ്റി ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്? ഉറപ്പായിട്ടും ഈ ടോക്സിസിറ്റി എന്നൊരു വാക്ക് പുതിയ വാക്കാണ്. പക്ഷേ ഞാൻ ചോദിക്കുന്നത് പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നില്ലേ? എവിടെയാണ് പ്രണയം എന്താ സക്സസ്ഫുൾ ആകുന്നൊരു പ്രണയം കുടുംബകലവും സക്സസ്ഫുൾ ആകാത്ത പരാജയമാകുന്ന ഒരു പ്രണയം കവിതയുമാണെന്നാണ് MN വിജയൻ മാഷ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പം വിജയിക്കുന്ന പ്രണയം കുടുംബകലഹവും വിജയിക്കാത്ത പ്രണയം കവിതയുമാണെന്നാണ്. ആലോചിച്ച് നോക്കി, അതിനകത്ത് തന്നെ ഒരു റൊമാൻസ് ഉണ്ട്. അപ്പോൾ പണ്ട് കാലങ്ങളിൽ പ്രണയത്തിൽ കല്യാണമൊക്കെ നടക്കുമ്പോൾ മിക്കപ്പോഴും സ്ത്രീ അവരുടെ വീട് അല്ലെങ്കിൽ അവരുടെ ജോലി ഒക്കെ വിട്ട് പുരുഷനോട്, അന്നത്തെ കാലത്തെ ഒരു സാമൂഹിക പരിസ്ഥിതിയിൽ ആ ഒരു പാട്രിയാർക്കി പലപ്പോഴും ടോക്സിസിറ്റി സ്ത്രീക്ക് നൽകിയിരുന്നു. അന്നൊരു ആ വാക്കിൽ കൂടി ആ കണ്ണിൽ കൂടി ആ ബന്ധങ്ങളെ കണ്ടിരുന്നില്ല എന്ന് മാത്രം. പക്ഷേ അന്ന് പ്രണയത്തിനൊരു നോ പറയുമ്പോഴൊക്കെയുള്ള ഒരു അക്സെപ്റ്റൻസ് കാലാകാലങ്ങളിൽ മാറ്റമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടുണ്ട്. കാരണം ഈഗോ വർക്ക് ചെയ്യുന്നത്, ഒരു വ്യക്തിയുടെ ഈഗോയിസത്തിൽ നാർസിസം വളരുന്നൊരു കാലഘട്ടമാണിത്. ഞാൻ എന്ന് പറയുന്ന ഭാവത്തിന് വളരെയധികം സ്ട്രെങ്ത് ഉണ്ട്. അപ്പോൾ ആ ഞാനെ തള്ളിക്കളയുകയോ പുച്ഛിക്കുകയോ തേക്കുകയോ എന്നൊക്കെ പറയുന്ന വാക്ക് ആ ഒരു രീതിയിൽ കാണുമ്പോൾ നോ പലപ്പോഴും ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പ്രണയത്തിൽ പക വരുന്നതും കുറച്ചുകൂടി കോമൺ ആണ്. ആ പകയെ ഒരു വെഞ്ചൻസ്, ഒരു റിവെഞ്ച്ഫുൾ ആയിട്ട് കൊലപാതകങ്ങളിലേക്കും ഉപദ്രവിക്കുന്നതിലേക്കൊക്കെ പോകുന്നുള്ള ഇൻസിഡൻസ് നമ്മൾ ചുറ്റും കാണുമ്പോൾ നമുക്ക് തോന്നും പകയും വളരെയധികം കൂടിയിരിക്കുന്നു. അതെനിക്ക് തോന്നുന്നു ഈ ഈഗോ ഇഞ്ചുറി, 1ഉം 2ഉം കുട്ടികളാണ്, അവർക്ക് നോ സ്വീകരിക്കാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്യാനുള്ള പാട്. ബ്രേക്കപ്പ് എന്ന് പറയുമ്പോൾ അവരുടെ ബ്രേക്കപ്പ് ആ ബന്ധത്തിൽ മാത്രമല്ല, അവരെ മൊത്തമായിട്ട് ബ്രേക്ക് ചെയ്യുന്ന രീതിയിലാണ് പ്രണയങ്ങളെ കാണുന്നത്. ആ ഒരു കാഴ്ചപ്പാടിലല്ലേ എല്ലാം പ്രണയത്തിന് ശരിയാണ്, ഒരു ചെറിയൊരു അതിർവരമ്പ് ടോക്സിസിറ്റിയിലേക്ക് കടക്കുന്നുണ്ട്. പിന്നെ ഒബ്സസീവ് ആയിട്ടുള്ള ലവിനെ ആഘോഷിക്കുന്ന രീതി, കാന്താരിയും എന്താ പറയുക കളിപ്പന്മാരുടെയും പ്രണയം അതിനെ ഉദ്ഘോഷിക്കുന്ന ഒരു രീതിയും എല്ലാം ഉണ്ട്. എന്നാൽ അതുപോലെ തന്നെ സട്ടിലായിട്ടും കാമായിട്ടും അന്യോന്യം സപ്പോർട്ടീവായിട്ടുള്ള കപ്പിൾസും നമ്മുടെ ചുറ്റുമുണ്ട്. ആ പ്രണയത്തിൻ്റെ നല്ലത് മാത്രം, ആ ഫിൽറ്ററിൽ കൂടി നല്ലത് മാത്രം എടുക്കുകയും അതിലെ മോശം കാര്യങ്ങളെല്ലാം തള്ളിക്കളയാൻ രീതിയിൽ വ്യക്തിത്വ വളർച്ചയുള്ളവർ തമ്മിലുള്ള പ്രണയബന്ധങ്ങളും ഇന്നത്തെ സമൂഹത്തിലുണ്ട്.